പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കെതിരായ മാസപ്പടി കേസിൽ ഇഡി നടപടികളെ രാഷ്ട്രീയമായി എതിർക്കാൻ സിപിഎം. ഇഡിയുടെ പരിശോധനകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സിപിഎം ആരോപിച്ചു. ഇന്നലെ കോഴിക്കോട് നഗരത്തിൽ സിപിഎം പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. അതേസമയം ഇഡിയുടെ അന്വേഷണം മുഹമ്മദ് റിയാസിലേക്ക് കൂടുതൽ നീളുന്നതായി സൂചന. റിയാസുമായി അടുത്ത ബന്ധമുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇഡി പരിശോധന നടത്തി. ഇന്ന് സിപിഎം ജില്ലാ നേതൃത്വം ഉൾപ്പെടെ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടത്തിയേക്കും. അതിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കൂടുതൽ സിപിഎം നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. മുൻ സ്പീക്കർ എൻ ഷംഷീറിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എം.കെ. റിജുവിനെ അന്വേഷണ സംഘം വിളിപ്പിച്ചു. സിപിഎം തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമാണ് റിജു. വിഴിഞ്ഞം തുറമുഖത്തെ സമ്പൂർണ്ണ എക്സിം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പോസ്റ്ററിലും വാർത്താക്കുറിപ്പിലും സംഭവിച്ച പിഴവിൽ സർക്കാർ നടപടി. സംഭവത്തിൽ 2 PRD ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. സെക്രട്ടേറിയറ്റിലെ PRD ഡയറക്ടറേറ്റിലെ റിലീസ് വിഭാഗം ഇൻഫർമേഷൻ ഓഫീസർ സാബു PR, വെബ് ആൻഡ് ന്യൂ മീഡിയ വിഭാഗം ഇൻഫർമേഷൻ ഓഫീസർ പ്രതീഷ് D. മണി എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. പ്രതീഷ് D. മണിയെ ഡൽഹി ഇൻഫർമേഷൻ ഓഫീസറായും സാബു PR-നെ കൊല്ലം ജില്ലയിലേക്കുമാണ് മാറ്റിയത്. മുഖ്യമന്ത്രി VD സതീശന്റെ ചിത്രത്തിന് പകരം പിണറായി വിജയന്റെ ചിത്രം ഉൾപ്പെടുത്തിയ വിഴിഞ്ഞം ഉദ്ഘാടന പോസ്റ്ററാണ് വിവാദമായത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പോസ്റ്റർ സാബു PR ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചതായാണ് വിവരം. അതേസമയം സ്വാതന്ത്ര്യദിന പരിപാടിയുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പിൽ മുഖ്യമന്ത്രിയുടെ പേര് തെറ്റായി രേഖപ്പെടുത്തിയ സംഭവത്തിലാണ് പ്രതീഷ് D. മണിക്കെതിരെ നടപടി സ്വീകരിച്ചത്. വാർത്താക്കുറിപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നായിരുന്നു പേര് നൽകിയത്. KSRTC ബസ്സുകൾ കാരണമുണ്ടാകുന്ന അപകടങ്ങൾക്ക് ഇരയാകുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനും യഥാസമയം ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വീഴ്ച വരുത്തരുതെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് മാനേജിംഗ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. KSRTCയിലെ 50 ബസ്സുകൾ ഇൻഷുറൻസ് പരിരക്ഷയില്ലാതെ സർവീസ് നടത്തുകയാണെന്ന് ആരോപിച്ച് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. KSRTC ബസ്സുകളെ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതായി ചീഫ് ലോ ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞു. യാത്രക്കാർക്കും ജീവനക്കാർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസും പരിരക്ഷ നൽകി വരുന്നുണ്ട്. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി മുഖാന്തരമാണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത്. ഇൻഷുറൻസ് ആനുകൂല്യം കിട്ടാൻ കാലതാമസമുണ്ടായാൽ പരാതി സമർപ്പിക്കാമെന്നും KSRTC നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അമിത ഭാരവും സ്പെയർ പാർട്സിന്റെ അപര്യാപ്തതയും കാരണം KSRTC ബസ്സുകൾ പാതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കേണ്ടി വരുന്നു. വഴിയിലാകുന്ന ബസ്സുകൾക്ക് പകരം നൽകാൻ സാധിക്കാതെ കടുത്ത പ്രതിസന്ധിയിലേക്ക് കോർപ്പറേഷൻ നീങ്ങുമ്പോൾ ജീവനക്കാർ കടുത്ത ആശങ്കയിലാണ്. പ്രിയദർശിനി ബസ് സർവീസുകൾ തുടങ്ങിയതോടെ പ്രതിദിന വനിതാ യാത്രക്കാരുടെ എണ്ണം 7 ലക്ഷത്തിൽ നിന്ന് 13 ലക്ഷമായി ഉയർന്നിട്ടുണ്ട്. ഒരു ബസ്സിൽ ഒരു ദിവസം ശരാശരി 1200 പേർ യാത്ര ചെയ്തിരുന്നിടത്ത് ഇപ്പോൾ 1600-ലധികം പേർ യാത്ര ചെയ്യുന്നു. അമിത ഭാരത്തിൽ സർവീസ് നടത്തുന്നത് ബസ്സുകൾക്ക് തകരാർ സംഭവിച്ച് യാത്ര പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഇത്തരത്തിൽ ഒരു ഡിപ്പോയിൽ 10-ലധികം ബസ്സുകൾ ഒരു ദിവസം വഴിയിലാകുന്നുണ്ട്. തകരാർ സംഭവിച്ച ബസ്സുകൾക്ക് സ്പെയർ പാർട്സുകൾ മാറ്റിയിടാൻ KSRTCയിൽ സ്റ്റോക്കില്ല. ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ബസ്സുകൾക്ക് തകരാർ സംഭവിച്ചാൽ പകരം സ്പെയർ പാർട്ട് മാറ്റിയിടുന്നത് മറ്റു ബസ്സുകളിൽ നിന്നെടുത്താണ്. മലയോര മേഖലകളടക്കം ഭയത്തോടെയാണ് ഡ്രൈവർമാർ ബസ്സുകൾ ഓടിക്കുന്നത്. മലയോര മേഖലയിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ നിരന്തരം പാതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ട് മാത്രമാണ് വൻ ദുരന്തങ്ങൾ ഒഴിവാകുന്നത്. യാത്രക്കാരുടെ എണ്ണം ഇത്രയധികം വർദ്ധിച്ചിട്ടും അതിനനുസരിച്ച് പുതിയ ബസ്സുകൾ നിരത്തിലിറക്കാൻ കോർപ്പറേഷന് സാധിക്കുന്നില്ല. മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് ലഹരി മാഫിയകളുടെയും അഴിമതിക്കാരുടെയും കൂത്തരങ്ങായി മാറിയെന്ന് BJP ഇന്റലക്ച്വൽ സെൽ സംസ്ഥാന കൺവീനർ യുവരാജ് ഗോകുൽ ആരോപിച്ചു. PSC അഴിമതിയും ലഹരി മാഫിയ സംഘങ്ങളുമായിട്ടുള്ള വഴിവിട്ട ബന്ധവും ഏറ്റുപറഞ്ഞ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യമായി യുവമോർച്ച എറണാകുളം നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ പറവൂർ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓഫീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉയരുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ സർക്കാർ തയ്യാറാകണം. സംസ്ഥാനത്ത് ലഹരി മാഫിയകൾക്ക് സ്വാധീനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ ഇടപെടലുകൾ സംശയാസ്പദമാണെന്നും യുവരാജ് ഗോകുൽ പറഞ്ഞു. ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന സർക്കാർ ഇപ്പോൾ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കൊൽക്കത്തയിലെ മിർസ ഗാലിബ് സ്ട്രീറ്റിലെ ഒരു ഹോട്ടലിൽ ബുധനാഴ്ച പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 9 പേർക്ക് ദാരുണാന്ത്യം. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന 4 നില കെട്ടിടത്തിൽ പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് തീപിടുത്തമുണ്ടായത്. ഹോട്ടലിൽ താമസിക്കുന്ന അതിഥികളിൽ പലരും വൈദ്യ ചികിത്സയ്ക്കായി കൊൽക്കത്തയിലേക്ക് പോയ ബംഗ്ലാദേശി പൗരന്മാരാണെന്നാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി കെട്ടിടത്തിൽ നിന്ന് നിരവധി പേരെ ഒഴിപ്പിച്ചു. പുലർച്ചെ 3 മണിക്ക് ശേഷം 9 പേരെ രക്ഷപ്പെടുത്തി കൊൽക്കത്ത മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അവർ മരിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. ഹോട്ടലിൽ മതിയായ അഗ്നി സുരക്ഷാ നടപടികളില്ലായിരുന്നുവെന്നും ശരിയായ അഗ്നി സുരക്ഷാ ക്രമീകരണങ്ങൾ നിലവിലുണ്ടായിരുന്നില്ലെന്നുമുള്ള ആരോപണങ്ങൾ അധികൃതർ അന്വേഷിക്കുന്നുണ്ട്. അഗ്നിശമന സേനാംഗങ്ങൾ ഏകദേശം 2 മണിക്കൂറോളം പരിശ്രമിച്ച ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താനായിട്ടില്ല.
ന്യൂഡൽഹി ജന്തർ മന്ദറിലും ബീഹാറിലും പാറ്റ സമരത്തിന്റെ പേരിലുണ്ടായ കലാപവും അക്രമങ്ങളും പോലീസ് ഭാഗത്തു നിന്നുണ്ടായെന്ന് പറയുന്ന അതിക്രമവും പോലീസിനെതിരായ അക്രമങ്ങളും അന്വേഷിക്കാൻ സുപ്രീം കോടതി പ്രത്യേക സമിതിയെ നിയോഗിക്കും. മാധ്യമ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമം ഉൾപ്പെടെ സമിതി അന്വേഷിക്കും. സുപ്രീം കോടതി മുൻ ജഡ്ജി, ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ്, വിരമിച്ച മുതിർന്ന പോലീസ് ഓഫീസർ എന്നിവരടങ്ങുന്ന സമിതിയാകും രൂപീകരിക്കുകയെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവർ പറഞ്ഞു. വസ്തുത അന്വേഷിക്കുകയാണ് സമിതി ചുമതല. ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ടുകൾ സമർപ്പിക്കണം. അതിനനുസരിച്ച് കോടതി നിർദ്ദേശങ്ങൾ നൽകും. സമിതിയെ സമീപിക്കുന്ന ആരുടെയും പ്രശ്നം കേൾക്കും. ഇതിന്മേൽ നിയമ നടപടിയും സ്വീകരിക്കും. സമരം ചെയ്തവരെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വേട്ടയാടിയതും അന്വേഷിക്കും. ജന്തർ മന്ദറിലും ബീഹാറിലും ഉണ്ടായ വിഷയങ്ങളാണ് അന്വേഷിക്കുക. മുഖം തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതും സമരക്കാരെ നിരീക്ഷിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ സമിതിയല്ല, കോടതി നേരിട്ടാകും പരിശോധിക്കുക. PM കെയേഴ്സ് ഫണ്ടിന്റെ ആകെ നീക്കിയിരിപ്പ് 8,452 കോടി രൂപയായി ഉയർന്നു. 2023-2024 ഇത് 71,088 കോടി രൂപയായിരുന്നു. ഫണ്ട് സംബന്ധിച്ച സാമ്പത്തിക വിവരങ്ങളും ഓഡിറ്റ് റിപ്പോർട്ടും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു. കോവിഡ് മഹാമാരി പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനാണ് 2020 PM കെയേഴ്സ് ഫണ്ട് രൂപീകരിച്ചത്. ആകെ തുകയുടെ 93% വരുന്ന 7,846 കോടി രൂപ ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപമാണ്. 605 കോടി രൂപ ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സ്ഥിര നിക്ഷേപത്തിൽ നിന്നുള്ള പലിശയാണ് ഫണ്ടിന്റെ പ്രധാന വരുമാന സ്രോതസ്. ഈ ഇനത്തിൽ മാത്രം കഴിഞ്ഞ വർഷം 469 കോടി രൂപ കിട്ടി. രാജ്യത്തിനകത്ത് നിന്ന് കഴിഞ്ഞ വർഷം 479 കോടിയും വിദേശത്ത് നിന്ന് 9 ലക്ഷവും സംഭാവനയായി കിട്ടി. മുൻ വർഷം 15 കോടി രൂപ ചെലവാക്കിയ സ്ഥാനത്ത് കഴിഞ്ഞ വർഷം 87 കോടി ചെലവഴിച്ചു. ഈ തുക കോവിഡ് കാലത്ത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്കായുള്ള PM കെയേഴ്സ് ഫോർ ചിൽഡ്രൻ പദ്ധതിക്കായാണ്. വീണ്ടും യുദ്ധഭീതി പരത്തി UAE-യിലേക്ക് മിസൈൽ ആക്രമണം നടത്തി ഇറാൻ. ഏത് ആക്രമണ ഭീഷണിയെ നേരിടാൻ തയ്യാറാണെന്ന് UAE ഭരണകൂടം പ്രതികരിച്ചു. 2 മിസൈലുകളാണ് ഇറാൻ UAE-ക്ക് നേരെ തൊടുത്തത്. ഇതിൽ ആദ്യ മിസൈൽ UAE-യുടെ സമുദ്ര അതിർത്തിക്ക് പുറത്താണ് വീണത്. രണ്ടാമത്തെ മിസൈൽ വീണത് സമുദ്രത്തിലാണ്. മിസൈലുകൾ വന്ന സമയത്ത് രാജ്യത്തെ GPS പ്രവർത്തനം തടസ്സപ്പെട്ടു. എത്രയോ നാളുകൾക്ക് ശേഷം വീണ്ടും മൊബൈലുകളിൽ മിസൈൽ മുന്നറിയിപ്പ് വന്നപ്പോൾ ജനം പരിഭ്രാന്തരായി. വൈകാതെ എല്ലാം സുരക്ഷിതമാണെന്ന UAE സർക്കാരിന്റെ സന്ദേശം എത്തിയതോടെ എല്ലാവർക്കും സമാധാനമായി. സിറിയക്കെതിരായ ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങളെ UN അപലപിച്ചു. സിറിയയുടെ പ്രാദേശിക സമഗ്രതയുടെയും വ്യോമാതിർത്തിയുടെയും വളരെ ആശങ്കാജനകമായ ലംഘനമെന്നാണ് ഇതിനെ സെക്രട്ടറി ജനറൽ വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് വിശേഷിപ്പിച്ചത്. ഇദ്ലിബ് പ്രവിശ്യയിലെ അബു അൽ ദുഹൂർ മിലിറ്ററി എയർബേസിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ഐക്യരാഷ്ട്രസഭ ആക്രമണങ്ങൾ കാണുന്നുണ്ടെന്നും അത് നിർത്താൻ ആവശ്യപ്പെട്ടതായും സ്റ്റെഫാൻ ഡുജാറിക് പറഞ്ഞു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന സുരക്ഷയും മാനുഷിക സാഹചര്യവും ഐക്യരാഷ്ട്രസഭയെ അഗാധമായി ആശങ്കപ്പെടുത്തുന്നു. ഗാസ മുൻപിൽ മാനുഷിക ആവശ്യങ്ങൾ വളരെ വലുതായി തുടരുകയാണ്. UN പങ്കാളികൾ സാധ്യമാകുന്നിടത്തെല്ലാം സഹായ വിതരണവും മറ്റ് പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റാൻ സെപ്റ്റംബർ 16 കേസിന്റെ അടുത്ത വാദം കേൾക്കുന്നതുവരെ ആശുപത്രിയിൽ തുടരാൻ അനുവദിക്കാനും പാക് സുപ്രീം കോടതി ഉത്തരവിട്ടു. ജയിലിൽ 73-കാരനായ ഇമ്രാൻഖാന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും നിരവധി അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നെന്നും ചൂണ്ടിക്കാട്ടി സഹോദരിയും സർജനുമായ ഡോക്ടർ ഉസ്മാ ഖാനും പാർട്ടി നേതാക്കളും സമർപ്പിച്ച ഹർജികളാണ് ഉത്തരവ്. അഡിയാല ജയിലിൽ നിന്ന് ഇസ്ലാമാബാദിലെ ഷിഫ ഇന്റർനാഷണൽ ആശുപത്രിയിലേക്ക് മെഡിക്കൽ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി മാറ്റാനാണ് കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനും നിർദ്ദേശം.